ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്നൊരു ഫുൾ വീഡിയോ, കുറേ കാലത്തിന് ശേഷം ഒരു ഫുൾ വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നത്തെ ഔട്ട്ഫിറ്റ് വർത്ത് പറയുന്നില്ല, പക്ഷേ ഇതാണ് ഡ്രസ്സ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ച ഡേറ്റ് കണ്ടോളൂ. എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 15 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. ഡേറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ സാരഥികൾ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ബ്രേക്ക് റെഡിയാക്കണം, കടിഞ്ഞാൻ റെഡിയാക്കണം, എങ്കിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തൽക്കാലം ഈ 26 ഇത് 29 ആണ് സൈക്കിള്. അപ്പോൾ 26 എടുക്കുകയാണ്. രണ്ടും സെയിം ബ്രാൻഡാണ്, സൂപ്പർ ബൈക്ക് എന്ന് പറയും. മഴയൊക്കെ പെയ്തുകൊണ്ട് ഓക്കെ, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുല്ലൊക്കെ ഇവിടെ വളർന്നിട്ടുണ്ട്. ഒക്കെ ഇവരിപ്പം അവരെ അച്ഛൻ മരിച്ചിട്ട് കുറച്ച് ഇവിടുത്തെ ഓണേഴ്സിൻ്റെ അച്ഛൻ മരിച്ചിട്ട് അവർ അങ്ങനെ പോയതാണ്. അവർ 19 തിരിച്ചെത്തും. ഒക്കെ ഒരു പുല്ല് വെട്ടി തെളിക്കേണ്ടൊക്കെ ഡ്യൂട്ടി അവർക്കാണ്. പുറത്തുള്ള പുല്ലൊക്കെ ഗവൺമെൻറ് വെട്ടിക്കോളും കറക്റ്റായിട്ട്. ഇന്നലെ പോയ സമയത്ത് 2-3 പാതകളിൽ പോവാം. ഇപ്പം നമുക്ക് ഫസ്റ്റത്തെ പാത ഒന്ന് പോവാം, തിരിച്ച് വേറെ റൂട്ടിന് വരാമെന്ന് കരുതുന്നു. ഒക്കെ നമ്മുടെ വേസ്റ്റ് എടുക്കണ വണ്ടി അതാ. ഇപ്പോൾ ടൈം ഏകദേശം 8:45. നമുക്ക് ആ വേസ്റ്റ് എടുക്കണ കണ്ടിട്ട് വന്നാലോ? നിങ്ങൾക്ക് അതിലൂടെയാണ് പോകേണ്ടത്. നമ്മളിത് കാണിക്കാൻ വേണ്ടി ഇതിലേക്ക് പോവാം. നമുക്ക് ഏതായാലും തിരിച്ച് നമ്മളെ റൂട്ടിലേക്ക് പോവാം. ആ വീട്ടിലൊന്നും ആയണ്ടല്ലോ, നിങ്ങൾ നേരത്തെ കണ്ട ഒരു ദിവസം ഡെലിവറിക്കാരനെ അവിടെ കൊണ്ടുപോയിട്ട് നായ അയാൾ ഓടിപ്പിച്ചും ചെയ്ത്. ഞാൻ ഓർഡർ ചെയ്ത ഫുഡായിരുന്നു. ഓ, കാറ്റടിക്കണേന്ന് സൈക്കിളിന്. അടിച്ചു വന്നാലോ? അവിടെ വേറൊരു കാറ്റടിക്കണം. തീരെ കാറ്റില്ലാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് പോവാം. അത് അങ്ങോട്ടേക്ക് പോണ, അത് അങ്ങോട്ടേക്ക് പോയി വേസ്റ്റ് എടുക്കുന്ന ഇതാണ്. എല്ലാ വെള്ളിയാഴ്ചയാണ് വേസ്റ്റ് എടുക്കുന്നത്. പച്ച എന്ന് പറഞ്ഞാൽ പച്ചക്കറി വേസ്റ്റ്, മറ്റേത് എന്താ ബാക്കിയുള്ള ടൈപ്പ് വേസ്റ്റാണ് മറ്റേത്. പിന്നെ റീസൈക്കിളിൻ്റെ വലിയൊരു ബോക്സ് ഉണ്ട്, അത് ഒന്നിടവിട്ട ആഴ്ചകളിലാണ് വെക്കുക. ഇവിടെ നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് 2 സ്കൂള് കാണാം. ഒന്ന് ഹണ്ടേഴ്സ് ഗ്ലെയിൻ. ഹണ്ടേഴ്സ് ഗ്ലെയിനിന് ചിലപ്പോൾ നല്ല അർത്ഥം ഉണ്ടാവും കേട്ടോ. അങ്ങനെയുള്ള കുട്ടികളെ തപ്പുന്ന വേട്ടക്കാരായിരിക്കും മീനിങ്. ഇതൊരു സ്കൂളാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഓഫീസിലേക്ക് ഒരു വഴി ഇത് പോവാം, അല്ലെങ്കിൽ അപ്പുറത്തൂടെ പോവാം. അപ്പോൾ 3 വഴിയിലൂടെ പോവാം ഓഫീസിലേക്ക്. നമ്മൾ ചെറിയ രീതി ഷോർട്ട് എന്ന് പറയും, എന്നാലും അധികം ഷോർട്ട് എടുക്കുന്നില്ല. നമ്മൾ കുറച്ച് കാഴ്ചകൾ കണ്ടു പോവാം. നമ്മൾ ഈ സൈക്കിൾ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ കാഴ്ചകൾ കാണില്ലല്ലോ. അപ്പോൾ നമ്മൾ റോഡിലൂടെ പോവാം. ഇവിടെ അങ്ങനെ ഒരു ചെറിയ തടാകം പോലെ ഉള്ള 2 സൈഡിലും ഉണ്ട്. പിന്നെ കുറേ ആൾക്കാർ, മൈൻഡ് കറക്റ്റ് ഇല്ലാത്ത ആൾക്കാരിട്ട വേസ്റ്റുകളുണ്ട്. ഇതാ മറ്റൊരു സ്കൂൾ ഇതാട്ടോ. ഇവിടെ 9 മണിക്കാണ് തോന്നുന്നുണ്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില സ്കൂൾ 8:30 സ്റ്റാർട്ട് ചെയ്യും. പ്രൈവറ്റ് ആയിരിക്കും ചിലപ്പോൾ. ഇതൊക്കെ പബ്ലിക് സ്കൂൾ എങ്ങനെയാണെന്ന് അറിയില്ല. സ്കൂൾ ബസ് അതാ.
ബസ്സുള്ളതാണ് പോകുന്ന TTC. ഇപ്പോൾ ക്രോസ് ചെയ്താലോ. നമുക്ക് ആ കാറ് പോയ വഴി കൂടെ പോകാൻ പറ്റും. പക്ഷെ അത് പോകുമ്പോൾ എന്താ പറയുക, കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റില്ല. ഇതിലൂടെ പോവാം. ഇവിടെയൊക്കെ അങ്ങനെ മാർക്കറ്റ് ഈ ഒരു രീതിയിലാണ്, കണ്ടില്ലേ. ആൾക്കാർ ചിലത് ബസ് വെയിറ്റിംഗ് ഷീറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ടൈപ്പ് കുറ്റി ഉണ്ടാവും, അവിടെ ഉണ്ടാവും ഏത് ബസ്സാണ് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത്. ഇവിടെ കണ്ടില്ല 57 എഴുതിയ ബസ് നമ്പറാണ്. പക്ഷെ ഇവിടെ പല ബസ്സും അതായത് ഇതിലൂടെ ഓടാറുണ്ട്, 150 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതിൽ 57 മാത്രമേ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. ഇത് കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും കേട്ടോ. ഇതേതാ, ഇത് നോട്ട് ഇൻ സർവീസാണ്. അതെവിടെയും നിർത്തിയില്ല കേട്ടോ. നമ്മൾ കാറ്റ് കുറഞ്ഞുകൊണ്ട് കുറച്ച് ആയാസപ്പെട്ടിട്ടാണ് ചവിട്ടുന്നത്. ഇവിടെയൊക്കെ സബ്വേ സ്റ്റേഷനിൽ ഇങ്ങനെ വണ്ടും ബൈക്ക് ഇവിടെ ബൈക്ക് ആണല്ലോ പറയാം, റിപ്പയർ ചെയ്യുന്ന സ്ഥലം. റിപ്പയർ ചെയ്യുന്നതല്ല, നമുക്ക് തന്നെ സെൽഫായിട്ട് ചെയ്യാം. അത് 57 ആണ്, കണ്ടില്ലേ. അത് എല്ലാ സ്റ്റോപ്പിലും നിർത്തിയേ പോവുള്ളൂ. ഇത് പറയും മിഡ്ലാൻഡ് എന്നാണ്. അതപ്പോൾ സ്റ്റീൽസിലേക്കാണ് പോകുന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന റെഡ് ഉണ്ടല്ലോ, ചുവന്നത് ബസ്സിന് വേണ്ടി മാത്രം പോകാനുള്ള ലൈനാണ്. അതിൽ വേറെ വണ്ടികൾക്കൊന്നും കയറാൻ കഴിയില്ല. ഇതിപ്പോൾ ഒരു വർഷം മുമ്പൊക്കെയാണ് ഞാൻ ലൈനിട്ട് തുടങ്ങിയത് കേട്ടോ ഈ ഏരിയയിൽ. അപ്പോൾ അവിടെ വൈറ്റാണ്, നമുക്ക് കടക്കാൻ പറ്റിയ സിഗ്നലാണ്. ഇത് കണ്ടില്ലേ, നിർത്തില്ല. 904 ആണ്. ഇത് വൈറ്റാണ്, ധൈര്യമായിട്ട് പോവാം. ഇവിടെ 0ക്ക് ആട്ടോ പറയല്. നമ്മളങ്ങനെ ചിലപ്പോൾ വായി കിട്ടും, അല്ലെങ്കിൽ 904 എന്ന് പറയും. അതിനവിടെ വീടിൻ്റെ കാര്യം പറയുമ്പോൾ വീടിപ്പോൾ സെയിലാണ്. ഇപ്പം വീടൊക്കെ വില കുറഞ്ഞു വരുന്നുണ്ട്. ഏകദേശം 200,000ഓളം. 9 മണിയായി, അവിടെ അലാറം റിങ് ചെയ്ത്. 9:30 ഓഫീസ്. അരമണിക്കൂർ മതി. ശരിക്കും നമ്മൾ സൈക്കിളിൽ പോകണൊക്കെ പെട്ടെന്ന് എത്താം. ബസ്സിന് പോകുമ്പോൾ ആ വെയിറ്റിംഗ് ടൈമൊക്കെ എടുത്തിട്ട് ഒരു 9:45 ആവും. അപ്പോൾ വീടിൻ്റെ കാര്യം പറയുമ്പോൾ ഏകദേശം 200,000ഓളം ഡോളേഴ്സ് കുറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കോണ്ടോക്കൊക്കെ വരുന്നതാണ് പറഞ്ഞത്. കാരണം മറ്റൊന്നുമല്ല, കുറേ ആൾക്കാരൊക്കെ അയച്ച് തിരിച്ചയച്ച് ഇതും നിർത്തില്ല. ഉണ്ടല്ലേ, ഇത് 903A ആണ്. വീടിൻ്റെ വില പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കൂടുതലാണ്, അതൊക്കെ റീസണാണ്. അപ്പോൾ എന്താ കൈ കൊണ്ട് കാലോടെ വെക്കുന്ന കുറച്ച്. അപ്പോൾ ഈ കാണുന്നതാണ് ഡോളറാമ. ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വർഷങ്ങൾക്ക് മുമ്പേ $1 സാധനങ്ങൾ കിട്ടുന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ അവർ പ്ലസ് ആക്കി, കാരണം വില കൂടുകയാണല്ലോ. ഇപ്പോൾ ഒരു $5 വരെയുള്ള സാധനങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഉറപ്പിക്കുമല്ലോ, നമുക്ക് ആ വഴിയും കയറട്ടോ. അത് നമ്മൾ കുറച്ച് വളഞ്ഞ വഴിയല്ലേ. അങ്ങനെ നമ്മൾ ഇതേപോലെ ഇപ്പോൾ ഇവിടെയുള്ള വേറൊന്നാണ് ഡോളർ ട്രീ.
അവർ കഴിഞ്ഞ വർഷം വരെ എല്ലാം $1 ഉള്ളിൽ തന്നെയാണ് വന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം വീണ്ടും അവർ ഒരു $100 കൂട്ടി. പിന്നെ അവിടെയുള്ള പിസ്സ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇവിടെ ഉള്ളൊരു കണ്ടോ ഗല്ലിയിലൊക്കെ അങ്ങനെ കടകളാണ്. നമ്മൾ ഈ കയറ്റം കയറുമ്പോൾ നമ്മൾ എന്തായാലും ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്യാം കേട്ടോ. ഇറങ്ങുമ്പോൾ ഈ കയറ്റത്തിൻ്റെ അടിയിലാണ് എന്തുള്ളത്, ആ കയറ്റം നമുക്ക് അതിലൂടെ കയറിയായിരുന്നു. ഞാൻ അപ്പുറത്തൂടെ പോയി ടൈമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ബസ് സ്റ്റേഷൻ കാണാൻ പറ്റും. എന്തായാലും ഈ കയറ്റം കയറി നടുവിലെത്തുമ്പോൾ നമുക്ക് വീണ്ടും ഓൺ ചെയ്യാം. വീട്ടിൽ വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ എല്ലാ സർവീസും ഉണ്ടാവും. ഇവിടെ ട്രെയിൻ വരുന്നതാണ്, ഗോ ട്രെയിന് ദീർഘദൂരം. അവിടെ ബസ് സ്റ്റേഷനാണ്, ബസ്സൊക്കെ പോകുന്നത്. ആദ്യം ഇതിൻ്റെ ഉള്ളിൽ മാത്രമായിരുന്നു. ഇതെന്തിനാണ് പണി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ, ഒരു ചെറിയ റോഡിലൂടെ വരുന്ന ഒരു ട്രെയിൻ. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അത് ഈ ചുറ്റുവട്ടത്ത്, ഈ ബിൽഡിങ്ങിൻ്റെ ചുറ്റുവട്ടത്ത് മാത്രമായിരുന്നു കേട്ടോ ബസ്സുള്ളത്. പിന്നെ അവർ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ ആ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അതിൽ മെട്രോ സബ്വേ എന്ന് പറയും. പിന്നെ ഇവിടെ ഉള്ളൊരു ഹൈപ്പർ മാർക്കറ്റാണ് നോ ഫ്രിൽസ് എന്ന് പറഞ്ഞ് ഫൗണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങളൊന്നും ലൈക്കും ഷെയറും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് സങ്കടം കൊണ്ട് പറഞ്ഞതായിരിക്കും. ഇവിടെ ഷോപ്പിംഗ് കാണിച്ചാൽ കുറച്ചും കൂടെ വ്യൂസ് കിട്ടുന്നു. അപ്പോൾ നിങ്ങളല്ല എന്നുള്ളത് പ്രൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കുന്നതുകൊണ്ട് വീഡിയോക്ക് വേദനിക്കൊന്നുമില്ല, അപ്പോൾ ഒരു പ്രശ്നമില്ല. ഒരു കമൻറ്റ്, സബ്സ്ക്രൈബും ചെയ്താൽ നല്ലതായിരുന്നു. അവർ ചെയ്തില്ലല്ലോ. അത് അവിടെ 300 മുതൽ 334 നിൽക്കുന്നത് നോ ഫ്രിൽസ്. അവിടെ ഡ്രസ്സൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിൻ്റെ അപ്പുറത്താണ് ഷോപ്പ് സ്ട്രഗ് മാർട്ട്. ഞാൻ മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ചിലപ്പോൾ തുടങ്ങുമ്പോൾ ഒരു പേരിൽ തുടങ്ങും, പിന്നെ ഒരു എക്സിൻ്റെ അവിടെ ഇപ്പം ഡ്രഗ്സ് മാത്രമല്ല, ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ കഞ്ചാവല്ല കേട്ടോ. കഞ്ചാവിൻ്റെ കുറേ ഇതൊക്കെ നമ്മളവിടെ ഓരോ ഗല്ലിയിലും ഇങ്ങനെ ഷോപ്പുണ്ട്. സാധാ മരുന്നുകൾ അതുപോലെ തന്നെ. പിന്നെ ആ TD എന്നുള്ളത് പിന്നെ ബാങ്കാണ്. പിന്നെ അവിടെ ഷെല്ലിൻ്റെ പെട്രോൾ പമ്പ് ഉണ്ട്. നമ്മൾ ഈ ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ സാധാരണ ചിലപ്പോൾ കയറാറുണ്ട്. വാക്കിംഗ് ക്ലിനിക്ക്, കഞ്ചാവിന് ഷോപ്പ് കാണിച്ചു തരാം കേട്ടോ. സാധാരണ ഇങ്ങനെയുള്ള ഗല്ലിയിലൊക്കെ കാണാറുണ്ട്, അലൗഡായോണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. സോൺ ആയിക്കോട്ടെ. TD എന്നുള്ള ബാങ്കാണ്. ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. പെട്രോൾ പമ്പ് ഷെല്ല് മാത്രമല്ല പലതും ഉണ്ട്. എനിക്ക് പേര് അങ്ങനെ ഓർമ്മയില്ല, കാരണം നമ്മൾ ഈ സൈക്കിളിലൊക്കെ അല്ലേ യാത്ര, കാർ ഇതുവരെ എടുത്തിട്ടില്ല. എടുക്കണം, സ്റ്റാറ്റസൊക്കെ ഒന്ന് മാറിയതിന് ശേഷം എടുക്കണം. അതാ ഞാൻ പറഞ്ഞ ട്രെയിനില്ല, അതിതാ. ഇതിലെന്തപ്പോൾ റോഡ് ട്രെയിൻ എന്നൊക്കെ പറയില്ല, എന്ത് ട്രെയിനാണ് പറയണ്ടേ? ട്രാമെന്നും പറയാം. ട്രാമിൻ്റെ വേറെ രൂപം. ഡൗൺ ടൗണിൽ പോയാലാണ് ട്രാം കാണുക. ആഹാ, നല്ല കുട്ടൻ. നടുവിലാണ് ടാക്സി ചെയ്യണത്. അതാണ് ടൊറൻഡോ ലൈബ്രറി. പിന്നെ അവിടെയൊക്കെ ഹലാലെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. റിയൽ ഹലാലാണോ അല്ലേ എന്നുള്ളതൊന്നും അറിയില്ല. ഷോപ്പ് അവിടെ വെച്ചിട്ട് നമ്മൾ ഒരു കണ്ണൂരുകാരനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ് അത്ര വിശ്വസിച്ചത് അയാൾക്ക് ഇതാ ഫാമിലി സ്റ്റോപ്പ് ഡോളർ, ഇത് വേറെ പെട്രോൾ പമ്പ്, അത്ര വിശ്വസിച്ചൊന്നും വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങുന്നത് നിർത്തി.
കാരണം അവിടെയൊക്കെ ഹലാൽ സർട്ടിഫൈഡ് എന്താ പറയുക ഇതൊക്കെ ഉണ്ടെങ്കിലേ പിന്നെയും വിശ്വസിക്കാൻ പറ്റുള്ളൂ. എന്നാലും എത്രത്തോളം വിശ്വസിക്കാമെന്ന് അറിയാം, എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് എങ്ങനെ അറിയാം. ഹലാൽ എന്ന് പറയുമ്പോൾ ആർക്കൊരു ചടപ്പോ കാര്യങ്ങളൊന്നും തോന്നണ്ട. കാരണം ഹലാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഒരു രീതി മാത്രമാണ് കേട്ടോ. ബിസ്മി ദൈവത്തിൻ്റെ നാമത്തിൽ പറഞ്ഞ് കട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. കട്ട് ചെയ്യുന്നത് സാധാ കട്ടല്ല, ഞരമ്പിന് കറക്റ്റ് കട്ട് ചെയ്തിട്ട്. അപ്പോൾ പെയിൻലെസ് ഡെത്ത് എന്നൊക്കെ പറയുന്നത്. പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് തന്നെ കഴുത്തിൽ ഇത് വെച്ചിട്ടൊന്നും നോക്കാൻ പറ്റില്ലല്ലോ. ഇത് എഗ്ലിംഗ്ടൺ അവന്യൂ ആണ്. അവിടെ ബോർഡ് കണ്ടില്ലേ ലെഫ്റ്റിൽ. പിന്നെ ആ കാണുന്നൊക്കെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ബാച്ചിലേഴ്സ് അപ്പാർട്ട്മെൻറ്റിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ റൂമൊക്കെ ഉണ്ടെങ്കിൽ ഇതാക്കാം. ഓക്കെ, വൈറ്റായി നമുക്ക് പോവാം. ഇത് ഗോപ്രോയിലാണ്, അതുകൊണ്ട് നമുക്ക് വിസിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഓവർ ബാങ്ക് ടവർ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇതുണ്ടെങ്കിൽ കിട്ടും. കുറേ അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, എല്ലാത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ബോർഡുണ്ട്. ഇതാണ് ആ എനിക്കെന്താ പറയുക, നമ്മൾ റോഡ് ട്രെയിൻ പറയാം, ട്രാം എന്ന് പറയാം, വേറെ എന്തൊക്കെ അറിയാം, റോഡ് റെയിൽ. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ വിളിച്ചു സംഗതി മനസ്സിലായില്ലേ. അതിൻ്റെ ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമൊക്കെ ആയിട്ടുണ്ട്. 1 വർഷമായിട്ട് ഇങ്ങനെ എന്താ പറയുക ട്രയൽ റണ്ണ് നടത്തിക്കൊണ്ടിരിക്കുക. ട്രയൽ റണ്ണ് എന്ന് പറയുമ്പോൾ ആൾക്കാർ കയറുന്നവരെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അവർ ആ ടൈം കഴിഞ്ഞിട്ട് അവർ എടുക്കുള്ളൂ. ഇതും ബ്ലോക്കായില്ലേ, പോയിക്കോട്ടെ. നമ്മൾ ആ കയറ്റം കയറിയിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. ബസ്സും എല്ലാം വരുന്നത്, ട്രെയിനും. ഞാൻ കുറച്ച് വീഡിയോ സൂം ചെയ്തിട്ടുണ്ട്. ഓണാവട നോട്ട് ഇൻ സർവീസ് എന്നാണ് എഴുതിയത്. 2 ബോഗിയുള്ള, അതായത് നമ്മൾ ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒന്നെങ്കിൽ ബസ് പിടിക്കുക അല്ലെങ്കിൽ ഇത് പിടിക്കുക. എന്തൊന്നും ഓണാവാത്ത. ഈ ഒരു ഇങ്ങോട്ടേക്ക് ഇപ്പോൾ കാറ് പോകുന്ന സ്ഥലത്തിന് റോസ് മൗണ്ട് എന്ന് കണ്ടില്ല, മുകളിൽ കാണുന്ന ബോർഡ്, അങ്ങനെയാണ് അത് വായിക്കേണ്ടത്. ഇത് എഗ്ലിംഗ്ടൺ, ഇപ്പോൾ കാർ സ്ട്രൈറ്റ് പോകുന്നത്. നമ്മൾ അടുത്ത ഇതിലെത്തി, അടുത്ത ഗല്ലി. ഇവിടെ ട്രാവൽസ്, മുമ്മാസ് കിച്ചണ്, ഹലാലൊന്നും എഴുതിയിട്ടില്ല, ഇവിടെ ഒന്നും പോയിട്ടില്ല. ഇവിടെ ബാർബർ ഷോപ്പ് $10 മുടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്ത് $25 ആയിട്ടുണ്ടായിരുന്നു. അറിയില്ലല്ലോ അന്നോടല്ലേ. പിന്നെ 15 കുറേ കാലം വെട്ടി, പിന്നെ ഈ 11 ഉണ്ട്. ഇവൻ്റെ പ്രത്യേകത എന്താ അറിയോ, പെട്ടെന്ന് വെട്ടി കഴിയും. എന്ത് ഫാസ്റ്റാണെന്നറിയോ, ബ്യൂട്ടി കട്ട് ഹെയർ സലൂൺ കേട്ടോ. അതല്ലേ നമുക്ക് വേണ്ടത്. ഇതിന് മുന്നിൽ തല വെച്ച് കൊടുക്കാൻ നമുക്കെപ്പോഴും ഒരു മടിയല്ലേ. അപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ പണിയൊക്കെ നടക്കുമ്പോൾ പ്രോപ്പറായിട്ട് സൈക്കിൾ അതിലൂടെ പോകാമെന്നാണ് എഴുതിയത്. സാരല്ല, നോക്കിയിട്ട് കാര്യമില്ല. ആ പൊക്കാന്നുണ്ട്. പൊട്ടിയ ഇല്ല, ഇവിടെ പുതിയൊരു പോലീസിൻ്റെ പോലീസ് സ്റ്റേഷനാണോ എന്താ അറിയില്ല, ഇങ്ങനെ തുടങ്ങുന്നുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് അപ്പുറത്ത് പോവാം. പക്ഷേ ഈ ബസ് വണ്ടിയൊക്കെ അങ്ങോട്ടേക്ക് പോകും. നോക്കട്ടെ, ഇവിടെ ഒരു ചേർച്ച് ഉണ്ട്. നോക്കണോ കുട്ട, ഓപ്പണായി.
അതാ പോലീസ് വണ്ടി. അപ്പോൾ നമ്മൾ ചേർത്ത് പിന്നെ അവിടെ കാണുന്നൊരു ഫേമസ് ചൈനീസാണ്, പക്ഷെ ഹലാലല്ല. ബൊഫെ മാൻഡ്രിഡ് $25 $22 ഉള്ളൂ. ഒരു ഓഫീസ് പാർട്ടി അവിടെ എത്തിക്കുകയാണ്. നമ്മൾ ഫിഷ് മാത്രം എടുത്ത് കഴിക്കും. അതാ പോലീസ് സ്റ്റേഷൻ്റെ പുതിയത്. ആരെ ഇനാഗ്രേറ്റ് ചെയ്യാൻ വരുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ അങ്ങനെയുള്ള പരിപാടികളെ. പിന്നെ സ്കോഷ്യ ബാങ്കിൻ്റെ ട്രെയിനിങ് ഒക്കെ നടക്കുന്നൊരു സ്ഥലം കാണിച്ചത് ഇവിടെ. ഓക്കെ വൈറ്റ്. ഇവിടെ വേറെ സംഗതി ഉണ്ട്. ഈ നമ്പർ പ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 5:34 പൂക്കളൊക്കെ ഇങ്ങനെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അല്ല മാൻഡ്രിൻ നാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സ്കോഷ്യ ബാങ്കിൻ്റെ ക്യാമ്പസ്. ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ട്രെയിനിങ് കൊടുക്കുക. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ എന്താ MNC ബാംഗ്ലൂരിലൊക്കെ അതിൻ്റെ അധികം ട്രെയിനിങ് കൊടുക്കൽ മൈസൂരിലല്ലേ. അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. വെച്ചിട്ടുണ്ട് സ്കോഷ്യ ബാങ്ക്. പിന്നെ ഒരു ഇഷ്ക് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, സ്കെച്ചേഴ്സ്. അതാ അത് ടാറ്റൻ്റെ ആണോ എന്നറിയില്ല. ഇത് വെജിറ്റേറിയൻ ആണ്. ടാറ്റ ഒന്നും ഇത്ര ചേർത്തിട്ടില്ലല്ലേ. നമുക്ക് അങ്ങോട്ട് ഓപ്പോസിറ്റ് വേണോ? ഇവിടെ നിൽക്കിയാലും നിൽക്കില്ലെങ്കിലൊക്കെ കണക്കാം. ഇത് പോസ്റ്റ് പോയാൽ അവിടെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. നോക്കട്ടെ ഓണാവുമെന്ന്. ഓണാവുകയാണെങ്കിൽ അതിലൂടെ പോവാം. വലിയ ടാങ്കറൊക്കെ ഇതാ. ടെസ്ല എന്നാണല്ലോ ടാങ്കറിൻ്റെ പേര്. അയ്യോ പച്ച അവിടെ ഇരുന്ന് നിൽക്കേണ്ടത്. ഓക്കെ ഏതായാലും അത് യെല്ലോ ആയിരുന്നു. സ്കെച്ചേഴ്സ് ഉണ്ട്, എല്ലാ ബ്രാൻഡും ഉണ്ടാവും. വേറെ കാര്യം നമ്മൾ പോകുന്ന വഴിയിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ വൈറ്റ് ആയിരുന്നു. ഇവിടെ കുറേ കാർ ഷോറൂം ഉണ്ട്. ടൊയോട്ടോ ആണോ ടൊയോട്ട ആണോ ഞാൻ പറയില്ല. ടൊയോട്ടോ എന്നാട്ടോ. ഇഷ്ക് ട്രഡീഷണൽ വെജിറ്റേറിയൻ. ഒരു ടാറ്റയുടെ പേരിടുന്ന പോലെയല്ലേ ആളിപ്പോൾ ഇവിടെ അത്ര നീക്കണേ. പിന്നെ ആ കാണുന്ന കോസ്കോ ആണ്. കോസ്കോ എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. അവിടെ കോസ്കോ എന്ന് പറഞ്ഞാൽ ഇത് ബിസിനസ് സെൻ്ററാണ്. ബിസിനസ് സെൻറ്ററിൽ പിന്നെ കുറേ ബൾക്കായിട്ട് എടുക്കണം. പക്ഷെ അല്ലാത്ത കോസ്കോ ഉണ്ട്. മെമ്പർഷിപ്പ് കാർഡ് വെച്ചിട്ടാണ് അവിടെ പർച്ചേസ് ചെയ്യേണ്ടത്. ക്വാളിറ്റിയും അതുപോലെ വില കുറച്ചിട്ടൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പോയിട്ട് എനിക്കങ്ങനെ ഒന്നും തോന്നിച്ചു. മെമ്പർഷിപ്പ് കാർഡ് വേണം അതിന്. വർഷത്തിൽ 60 ഉണ്ട്, പിന്നെ 120 ഉണ്ട്. കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് അവിടെ വരെ പോയി വാങ്ങി വരുമ്പോഴൊക്കെ എല്ലാം നഷ്ടമായിരിക്കും. അതുകൊണ്ട് നോക്കുന്നില്ല. ഫോർഡിൻ്റെ ഷോറൂം ഇവിടെ അധികവും ഇവരെന്ത് ചെയ്താണ്, സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വിൽക്കുന്നതാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ കോവിഡ് കൊണ്ട് പറ്റിയൊരു സെക്കൻഡ് ഹാൻഡ് കാറിനിപ്പോൾ റിയൽ കാറിന് ഒരു 25,000 ഒക്കെ ഉണ്ടാവും കേട്ടോ. സെക്കൻഡ് ഹാൻഡിൻ്റെ റേറ്റ് എത്ര 2 വർഷം കഴിഞ്ഞൊക്കെ 23,000 22,000. എന്നിട്ട് ഒരു പറയില്ല ഇപ്പം എടുത്തുണ്ടോ എന്ന് പറയില്ലേ. കോവിഡിന് മുമ്പൊന്നും അങ്ങനെ അല്ലായിരുന്നു കേട്ടെ. ആ കാണുന്നത് വാട്ടർ ടാങ്ക് എന്ന് പറയാനില്ല, കുറച്ച് വാട്ടർ സംഭരിക്കും. പിന്നെ അതേപോലെ അതിലിങ്ങനെ പുഷ് ചെയ്യാന്നൊക്കെയാണ് കേട്ടത്. ക്ലിയർ എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ അത് ഒന്ന് ഫോട്ടോ എടുത്ത് ഗൂഗിൾ ലെൻസിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സംഗതിയൊക്കെ കിട്ടും. കുറച്ച് സംഭരിക്കായിരിക്കില്ല, അത്ര വലിയ ഒരു ഏരിയ ഉണ്ടല്ലോ. പക്ഷെ അത്ര വലുതാണെങ്കിലും എല്ലാ വീട്ടിലേക്കും തികയില്ലല്ലോ. എന്തായാലും നിങ്ങൾ സെർച്ച് ചെയ്തോളൂ, എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. നിസ്സാൻ്റെ അതാ ഇതൊക്കെ കാണുന്നത് സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ്. കണ്ടില്ല. പിന്നെ നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലേ, നമ്പർ പ്ലേറ്റ് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. പേര് അതൊക്കെ ഇങ്ങനെ എടുക്കാത്ത നമ്പർ പ്ലേറ്റ് ആയതുകൊണ്ടാണ്. ഇവിടെ മലയാളി എന്ന് പറഞ്ഞ നമ്പർ പ്ലേറ്റ് ഞാൻ ഇതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു കാറ് മലയാളിയും സിമിലറായിട്ട് മലബാറിയും.
നമുക്ക് ഇനി കൂടുതൽ സംസാരിക്കുക ഈ റോഡാണ്. അപ്പോൾ ഈ റോഡിൽ തന്നെ പിടിക്കാം. കണ്ടില്ല ബ്രഞ്ച്, നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്ന ബ്രഞ്ച് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയ വേർഡാണ്. ഇവിടെ കാലങ്ങളോളം ഉണ്ടായിരുന്ന വേർഡാട്ടോ ഈ ബ്രഞ്ച് എന്നുള്ളത്. കണ്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ബ്രഞ്ച് എന്ന്. അപ്പോൾ ആ തെറ്റിദ്ധാരണ നിങ്ങൾ തിരുത്തിക്കോളി. അതിൻ്റെയും തെറ്റിദ്ധാരണയാണ് കേട്ടോ. ബ്രഞ്ച് എന്നുള്ളത് നമ്മളുണ്ടാക്കിയ പേരാന്നുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് അത് കണ്ടപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ കുറേ കാലം മുമ്പ് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ ആ റൈറ്റ് സൈഡിൽ കാണുന്ന RBC ആണ്, റോയൽ ബാങ്ക് ഓഫ് കാനഡ. നമ്മൾ എടുക്കുകയാണെങ്കിൽ CIBC കുറച്ചൊരു മോഡേൺ ടൈപ്പ് ബാങ്കാണ്. ഹലോ. Hi, good morning. ഗുഡ് മോർണിംഗ്. Are you okay? Yeah. Good morning. ഗുഡ് മോർണിംഗ്. ഹായ്. ഞാനത് എടുക്കാൻ കാരണം വേറൊരു റീസൺ ഉണ്ട്. ഇറങ്ങുക കേട്ടോ. 26 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. അല്ല, വെള്ളം കുടിക്കാനാണ് പറയുന്നത്. 6:21. ഡേറ്റ് എന്നാ? ഡേറ്റ് 16 മെയ് ആണ്. നമ്മൾ 6 മണിക്കാണ് ഇറങ്ങുക. ഇനിയിപ്പം തിങ്കളാഴ്ച അല്ല, വിക്ടോറിയ ഡേ ആണ്. നമുക്ക് ഗേറ്റ് അടയ്ക്കാം. നല്ല വെയിലുണ്ട്. നമ്മളൊരു ചെറിയ പോസ്റ്റ് ചെയ്യാനുണ്ട്. പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേറൊരു വഴി കൂടെ പോകാം. പക്ഷെ ഉദ്ദേശിച്ച വഴി കൂടെ പോകാൻ കഴിയില്ല, കാരണം ഭയങ്കര വെയിലാണ്. 26 ഡിഗ്രി ഒക്കെ പറയുമ്പോൾ സൂര്യൻ നമുക്ക് വളരെ അടുത്താണ്. കറുത്ത് കരിമുട്ടിയാവും. ടാൻ അടിക്കും. ടാൻ ടിം ഹോട്ടലിൻ്റെ അതിലൂടെ നമുക്ക് നമ്മൾ നേരത്തെ കണ്ടല്ലോ, കുറച്ച് മുമ്പത്തെ വീഡിയോയിൽ കണ്ട എഗ്ലിംഗ്ടൺ സ്ക്വയറിലാണ് എന്തുള്ളത്, പോസ്റ്റ് ഉള്ളത്. ഇവിടെ ഈ ഹഡ്സൺ ബേ എന്ന് പറഞ്ഞാൽ അത് ക്ലോത്തിങ്ങിൻ്റെ ആണ്. അതിപ്പോൾ അടച്ചു കൂട്ടാൻ പോവാണ്.
ഇപ്പോഴും വലിയ ഓഫർ ഇട്ടൊന്നുമില്ല കേട്ടോ. എല്ലാവരും പോയിട്ട് പറയുന്ന അഭിപ്രായം പണ്ടത്തെ പോലുള്ള ഓഫർ തന്നെയാണ് എന്നാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പം നമ്മൾ പോവാണ്, വന്ന വഴി കിട്ടു 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 കിട്ടു. ബോബ് മാർലിനെ പോലുള്ള ആൾക്കാരെ കണ്ടില്ല അവിടെ. ഇതിലൂടെ പോണോ? ഏതാ വഴി ചെയ്യണം? നമുക്ക് വന്ന വഴി നമുക്ക് വേറെ വഴി കൂടെ വിടാം. ഇതിലൂടെ ഇറങ്ങാൻ പറ്റും, നമുക്ക് അതിലൂടെ ഇറങ്ങാം. ഞാൻ രാവിലെ ഉദ്ദേശിച്ച വഴി അതല്ല കേട്ടോ. ആവശ്യനെ കണ്ടാൽ ഞാൻ പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്നില്ല, ഇങ്ങനെ പോവുകയാണ് ചെവിയിൽ പാട്ടും കേട്ടിട്ട്. അതായത് നിർത്തട്ടെ, വന്ന വഴി തന്നെയല്ലേ പോകുന്നത്, വലിയ കാര്യമില്ലല്ലോ. ബൈ.